നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നവംബർ മാസം 16-ാം തീയതി ഞായറാഴ്ച മുതൽക്ക് 22-ാം തീയതി വരെ ഉള്ള 7 ദിവസത്തെ, അതായത് ഒരാഴ്ചത്തെ ഫലങ്ങൾ സമഗ്രമായിട്ട് എല്ലാ രാശിക്കാർക്കും ഉള്ള ഫലങ്ങളെ ചിന്തിച്ച് സാമാന്യ ഫല നിരൂപണം നടത്താൻ ആണ് നമ്മൾ തയ്യാറായിട്ടുള്ളത്. ഇടവം രാശിയാണ് ടോറസ്. കാർത്തിക മുക്കാല്, കാർത്തികയുടെ അവസാനത്തെ 3 പാദം, രോഹിണി, മകയിരത്തര, മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ, ഈ നക്ഷത്ര സമൂഹങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇവർക്ക് 3-ൽ വ്യാഴം, 4-ൽ കേതു, 6-ൽ ശുക്രൻ, 7-ൽ സൂര്യനും ചൊവ്വയും ബുധനും, 10-ൽ രാഹുവും 11-ൽ ശനിയുമാണ് ഗ്രഹസ്ഥിതി വരുന്നത്. സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്ന സബോർഡിനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ സഹായം ലഭിക്കുന്ന കാലമാണ്. എന്നാൽ ഇവിടെയും ഈ ബുധൻ്റെ വക്രഗതി കൊണ്ട് കാലതാമസം ഓരോ പ്രൊജക്റ്റുകളിലും ഓരോ ജോലികളിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് പുതിയ നയം തൻ്റെ സ്ഥാപനത്തിലോ തൻ്റെ തന്നെയോ ബിസിനസ് സ്ഥാപനത്തിലും ഒക്കെ പുതിയ നയം, സാമ്പത്തിക നയം ഗുണം ചെയ്യും. പുതിയ നിക്ഷേപ സാധ്യതകളുണ്ടാകും. ചെലവും വരവും തമ്മിലുള്ള ഒരു വൈകല്യം ചിലപ്പോൾ, അതായത് ചിലവിനേക്കാൾ വരുമാനത്തേക്കാൾ അധികമായ ചിലവ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് ചില അസ്വസ്ഥതകൾ, നെഞ്ച് സംബന്ധമായിട്ട് അഥവാ നെഞ്ച്, കഴുത്ത് മുതലായിട്ടുള്ള സംബന്ധമായിട്ട് കഫ പ്രകൃതിയുള്ളവർക്ക് അത് വളരെ കൂടാം. ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യോഗാഭ്യാസം കൊണ്ടും ഒക്കെ ഇതിന്, അഥവാ യോഗാഭ്യാസം നടത്തിയും നീന്തൽ മുതലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടും ഒക്കെ ഇതിന് നിന്ന് വിമോചനം തേടേണ്ടതാണ്. കുടുംബത്തിൽ ഒരു ശാന്തമായിട്ടുള്ള ഒരു സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. എന്നാൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. കഴിയുന്നത്ര വാക്ക് കുറച്ച് അതിനെ ഒരു സമവായം കണ്ടെത്താൻ ശ്രമിക്കേണ്ട കാലമാണ്.